വെൽക്കം ടു ജമൂസ് കിച്ചൺ. ഇന്ന് അല്പം ഭക്തിമാർഗമാണ്. എൻ്റെ സിസ്റ്ററാണ് ഡോക്ടർ നതാഷ ശ്യാം. പണ്ട് ഇവർ ചെറുപ്പത്തിൽ നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗുരുദ്വാരകളിൽ നൽകി വന്നിരുന്ന ഒരു പ്രസാദമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. സാധാരണ നമ്മുടെ കേരളത്തിലുള്ളവർക്കൊന്നും അത്ര പരിചിതമല്ല. എന്തായാലും അത് എങ്ങനെയാണെന്നുള്ളത് സിസ്റ്റർ പറയും. അത് ഉണ്ടാക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മാവ്. അതിലുള്ളത് ഗോതമ്പ് മാവ്, നെയ്, പഞ്ചസാര. ഇത് വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിവൈൻ ടേസ്റ്റ് ഉള്ള ഒരു പ്രസാദമാണ് കടാപ്രസാദം എന്നാണ് അതിനെ പറയുന്നത്. ആദ്യം നമ്മൾ കുറച്ച് കാഷ്നട്ടും കുറച്ച് റൈസിൻസും നെയ്യിൽ വറുത്ത് പോകണം. അതിനുശേഷം നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ആ ഗോതമ്പ് മാവ് പതുക്കെ ഒന്ന് വറുക്കുക. വറുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നെയ്യ് ഒഴിക്കണം. പിന്നെ പഞ്ചസാര പാനിയാക്കണം. പാനിയാക്കിയതിന് ശേഷം ഈ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ വറുത്ത ഗോതമ്പ് പൊടിയിലേക്ക് ഈ പാനി ഒഴിക്കുക. അതിലൂടെ നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് ഈ കശുവണ്ടിയും നമ്മുടെ ഉണക്കമുന്തിരിയും ഇട്ട് സ്വാദിഷ്ടമായ ആ ഒരു പ്രസാദം തയ്യാറാക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. കശുവണ്ടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചേർക്കാണ്. അത് രണ്ടും ഫ്രൈ ആകുമ്പോഴേക്കും നമ്മളത് പാത്രത്തിലേക്ക് മാറ്റുക. ഒരു കടായി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ പഞ്ചസാര നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര ഇതിലേക്കിട്ട് പാനിയാക്കണം. പാനടുപ്പത്ത് വെച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ഗോതമ്പ് പൊടി പാനിലേക്ക് ഇടുക. എന്നിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വറുത്തെടുക്കണം. ഗോതമ്പ് പൊടി നമ്മൾ ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് നേരം വറുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളത് കോരി മാറ്റി ഒരു പാത്രത്തിലാക്കി വയ്ക്കുക. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നമ്മളത് എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് ഇതിലേക്കിട്ട് ഇളക്കുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവാണിത്. ഇത് നമ്മൾ ഈ നെയ്യിനകത്തേക്ക് സാവധാനം ഇട്ട് ഇളക്കേണ്ടതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. ഇതിനകത്ത് നമ്മൾ പഞ്ചസാര പാനിയാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കുക. ആ ലംസ് ഒന്നും ഫോം ചെയ്യാണ്ട് നോക്കുക കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ചുകൂടി ഗീ ആഡ് ചെയ്യാം. ഗീ ആഡ് ചെയ്യുന്നതോറും ഇത് കുറെ കൂടി സോഫ്റ്റ് ആയിട്ട് വരും ഇതിൻ്റെ ടെക്സ്ചർ. തയ്യാറാക്കിയ ഈ പ്രസാദത്തിലേക്ക് നമ്മൾ കാഷ്നട്ടും വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും രണ്ടും ചേർക്കുകയാണ്.